ഐക്യാഹ്വാനവുമായി സമസ്ത 100ാം വാർഷിക സമ്മേളനം. ഭിന്നിക്കാനുള്ളതിനേക്കാൾ 1000 കാര്യങ്ങളിൽ ഒരുമിക്കാനുണ്ടെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഐക്യത്തിനെതിരായ അപശബ്ദങ്ങൾ പാടില്ലെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. പാണക്കാട് കുടുംബവുമായി വിരോധമില്ലെന്നും ഒരു വിശ്വാസിക്ക് സഖാവാകാൻ കഴിയില്ലെന്നും ഉമർ ഫൈസി മുക്കവും പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഐക്യം കാത്തു സൂക്ഷിക്കുക. തർക്കിച്ചുകൊണ്ട് ഒന്നും നമുക്ക് നേടാൻ ഇല്ലല്ലോ. എന്നാൽ ഒരുമിച്ചിരുന്നാൽ നമുക്ക് പലതും നേടാൻ പോകും. പിന്നെ ഭിന്നിച്ചിരിക്കുന്നതിനേക്കാളും ഭിന്നിക്കാനുണ്ടാകുന്നതിനേക്കാളും 1000 കാരണങ്ങൾ നമുക്ക് ഒന്നിക്കുവാനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോവുകയാണ്. അപ്പം ആ ഒരു നയത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ആ നിലയ്ക്ക് ആരിൽ നിന്നും അപശബ്ദങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന കൂട്ടായ്മ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഈ സദസ്സുകൾ നോക്കി, ഇവിടെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. മറ്റ് പല പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മക്ക് ഒരു നിലക്കുള്ളതായ പോറലും നമ്മളിന്നുണ്ടാവാൻ പാടില്ല. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, സമസ്ത സമ്മേളനത്തിന് ശതാബ്ദി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ആൾക്കാർ എന്തൊക്കെ പറയുന്നു, ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് നമ്മളുടെ ഇടയിൽ ഇങ്ങനെ വിരോധമാണ്, ഞാൻ ലീഗ് വിരോധിയാണ്, സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒക്കെ പറച്ചിലാണ്. ഒന്നുമില്ല. സഖാവ് ഒരു മനുഷ്യനിക്ക് അങ്ങനെ ആകാൻ കഴിയൂല. ഒരു മുമ്പിനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഇതൊക്കെ കേട്ടിട്ട് നമ്മളെന്താക്കരുത്, പരസ്പരം ഗീബത്ത് നമീമത്തൊന്നും നടത്തരുത്. സംഗതികൾ എന്താക്കണം, നമ്മൾ ഈ മേഖലയിൽ ജീവിക്കേണ്ടവരല്ലേ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കലാണ് എൻ്റെ പണി മുഴുവനും. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, സമസ്തയ്ക്കുള്ളിലെ ഐക്യം സംബന്ധിച്ച് എന്താണ് പ്രധാന നേതാക്കളുടെയൊക്കെ പ്രതികരണം? സംസ്ഥാന 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇന്ന് വൈകിട്ട് നടന്നത്. ഇതിൽ ഉദ്ഘാടനം ചെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അധ്യക്ഷ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. സ്വാഗത പ്രസംഗം നടത്തിയ ഉമർ ഫൈസി മുക്കമാണ്. നമുക്കറിയാം, ലീഗും സംസ്ഥയും തമ്മിലുള്ള ആഭ്യന്തര തർക്കങ്ങൾ, അതിനെ തുടർന്നുണ്ടായ സംസ്ഥയ്ക്കകത്ത് തന്നെ ആഭ്യന്തര തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് 100ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉമർ ഫൈസിയുടെ വിമർശനവും ഉമർ ഫൈസി ഷാസിഖ് ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങൾ നടന്നതിനിടയിലാണ് ഈ പശ്ചാത്തലത്തിലാണ് ഈ പ്രസംഗങ്ങൾ നടക്കുന്നത്. ഇതിൽ പ്രധാനമായും ഐക്യത്തിന്റെ ഒരു സന്ദേശം, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു സന്ദേശം നൽകാനാണ് നേതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിച്ചത്. ഉദ്ഘാടനം ചെയ്ത സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു, ഭിന്നിക്കാൻ എന്നതിനേക്കാൾ 1000 കാര്യങ്ങൾ ഒരുമിച്ചിരിക്കാൻ നമുക്കുണ്ട്, അത് മുൻനിർത്തി മുന്നോട്ട് പോകണം അദ്ദേഹം പറയുന്നു. ജിഫ്രി തങ്ങളോ അധ്യക്ഷ പ്രസംഗത്തിലൂടെ പറയുന്ന കാര്യം, ഐക്യം തകർക്കുന്ന രീതിയിൽ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ സാദിഖ് പാണക്കാട് കുടുംബത്തെ ഉൾപ്പെടെ ചോദിപ്പിച്ചാണ് ഞങ്ങളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. ഈ ഐക്യത്തെ തകർക്കുന്ന തരത്തിലുള്ള അപശബ്ദങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകണം, എല്ലാവരും ഒരു ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഉമർ ഫൈസി മുഖമായ ഒരു വിവാദ നേതാവായിരുന്നു. അദ്ദേഹം തന്നെ പാണക്കാട് കുടുംബവുമായി തനിക്ക് യാതൊരു വിരോധവുമില്ലെന്നും അവർ ഞങ്ങൾ തണലാണെന്ന് പറയുന്നത് മാത്രമല്ല, സഖാവ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിനെ പലപ്പോഴും പിന്നെ CPO-യുടെ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഖാവ് ഉമർ ഫൈസി മുക്കം എന്നൊക്കെ പിന്നെ പരാമർശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കലും സഖാവില്ലെന്ന് മാത്രമല്ല ഒരു മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് സഖാവാൻ കഴിയില്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ആഭ്യന്തര തർക്കങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു സമീപനം സമസ്തയുടെ നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും സമാപന സമ്മേളനം 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് നടന്നത്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പാണക്കാട് കുടുംബവും അടക്കം പങ്കെടുത്ത പരിപാടിയാണ് നടന്നത്. 2 ദിവസം പ്രതിനിധി സമ്മേളനവും മറ്റ് നേതൃസംഗമങ്ങളൊക്കെ നടക്കും. 8ാം തീയതിയാണ് മഹാസമ്മേളനം വൈകിട്ട് നടക്കുന്നത്. കാസർഗോഡ് കുണിയിലാണ് സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്.